അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനീ പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് ഉഖബത്തിൻ്റെ ആടുകളെ മേയ്ക്കുകയായിരുന്നു എൻ്റെ ജോലി. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നവരും കൂടി എൻ്റെ മേച്ചിൽ സ്ഥലത്തു കൂടി നടന്നു പോവുകയാണ്. അവർ എൻ്റെ അടുത്ത് വന്ന് കുടിക്കാൻ കുറച്ച് പാൽ ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു, ഈ ആടുകളുടെ ഉടമസ്ഥനല്ല ഞാൻ, എനിക്ക് പാല് നൽകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, എങ്കിൽ പ്രസവിക്കാത്ത ഒരു ആടിനെ കൊണ്ടുവരാമോ? ഞാൻ ചെറിയൊരു ആട്ടിൻകുട്ടിയെ കാണിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൻ്റെ അകിട് തടവിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച ശേഷം അബൂബക്കറിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കല്ലിൻ്റെ പാത്രത്തിലേക്ക് പാല് കറന്നെടുത്തു. എന്തൊരത്ഭുതം! ആ ആട്ടിൻകുട്ടി പാൽ ചുരത്തി ശുദ്ധമായ പാല്. അവരത് കുടിച്ച് ദാഹം തീർത്തു. അതിൻ്റെ അകിട് സാധാരണ നില പ്രാപിക്കുകയും ചെയ്തു. ഇബ്നു മസ്ഊദിൻ്റെ ജീവിതം തന്നെ ഒരു വലിയ അത്ഭുതമായിരുന്നു. മക്കയിലെ പർവ്വത പ്രാന്തങ്ങളിൽ ആടുമേച്ച് ബാല്യം കഴിച്ച നിർധനനും വിദ്യാവിഹീനനും പാവപ്പെട്ടവനുമായ ഒരു മെലിഞ്ഞ ശരീരക്കാരൻ അനന്തരം ചരിത്രത്തിൽ മായാത്ത സ്ഥാനം കരസ്ഥമാക്കി മുസ്ലിം സമുദായത്തിൻ്റെ നേതാവായി തീർന്ന മഹാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അർക്കമിൻ്റെ വീട്ടിൽ വെച്ച് പ്രബോധന പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇബ്നു മസ്ഊദ് ഇസ്ലാം അവലംബിച്ചു. ഇസ്ലാമിൽ പ്രവേശിച്ച 6ാമത്തെ വ്യക്തിയായിരുന്നു അദ്ദേഹം. പരിശുദ്ധ ഖുർആൻ ആദ്യമായി ശത്രുക്കളുടെ സദസ്സിൽ ചെന്ന് ഉച്ചത്തിൽ ഓതിക്കേൾപ്പിച്ചത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചില അനുചരന്മാർ മക്കയിൽ ഇരിക്കുകയാണ്. അവർ പലതും സംസാരിച്ചു കൊണ്ടിരുന്നു. കൂട്ടത്തിൽ അവർ പറഞ്ഞു, ഖുറൈശികൾ നമ്മുടെ ഖുർആൻ ഉച്ചത്തിൽ ഓതി കേട്ടിട്ടില്ലല്ലോ, ആരാണ് അതൊന്ന് അവരുടെ സദസ്സിൽ പോയി ഓതി കേൾപ്പിക്കുക? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ കേൾപ്പിക്കാം. അവർ പറഞ്ഞു, നീ പോകരുത്. അവർ അക്രമത്തിന് മുതിർന്നാൽ അത് തടയാൻ പറ്റിയ ബന്ധുമിത്രാദികളുള്ള ആരെങ്കിലും പോകണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ തന്നെ പോകും, എന്നെ അള്ളാഹു രക്ഷിക്കും. ഇബ്രാഹിം മക്കാമിന്റെ അടുത്ത് ഖുറൈശി പ്രമുഖർ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കയറി ചെന്നു. ഉച്ചത്തിൽ സുന്ദരമായ ശബ്ദത്തിൽ ബിസ്മി ചൊല്ലി അതിനുശേഷം ഓതാൻ തുടങ്ങി. റഹ്മാൻ അല്ലമൽ ഖുർആൻ, സൂറത്തു റഹ്മാൻ, ഖുർആനിലെ സുന്ദരമായ സൂറത്ത്. എന്താണ് ആ ചെക്കൻ പറയുന്നത്? അവർ തമ്മിൽ ചോദിച്ചു. അവൻ മുഹമ്മദിന്റെ ഖുർആൻ ഓതുകയാണ്. ഒരാൾ പറഞ്ഞു, അമ്പട അത്രക്കായോ? അവർ എഴുന്നേറ്റ് ചെന്ന് ഇബ്നു മസ്ഊദിനെ പിടിച്ചടിച്ചു, മുഖം പൊട്ടിച്ചു. അദ്ദേഹം രക്തമൊലിച്ചുകൊണ്ട് സ്നേഹിതന്മാരുടെ അടുത്ത് മടങ്ങിച്ചെന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ ഭയപ്പെട്ടത് തന്നെ സംഭവിച്ചു.
ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് പ്രശ്നമല്ല, ഞാൻ വേണമെങ്കിൽ നാളെയും അവളുടെ അടുത്ത് ചെന്ന് ഇങ്ങനെ ഓതി കേൾപ്പിക്കും. ജീവിതത്തിന്റെ ബഹളങ്ങളിൽ നിന്നെല്ലാം വിമുക്തനായ ഒരു പാവപ്പെട്ടവനായിരുന്നു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. പരമദരിദ്രനും ശാരീരികമായി മെലിഞ്ഞൊട്ടി നീളം കുറഞ്ഞ ആളും സ്ഥാനമാനങ്ങളിൽ അപ്രശസ്തനുമായിരുന്നു. പക്ഷേ ഇസ്ലാം അദ്ദേഹത്തിന്റെ ദാരിദ്ര്യത്തിന്റെ സ്ഥാനത്ത് കിസ്രയുടെയും കൈസറിന്റെയും ഖജാനയേക്കാൾ വലിയ ഭാഗ്യവും ശാരീരികമായ കഴിവ് കുറവിന് പകരം ഏത് സ്വച്ഛാധിപതിയെയും കീഴ്പ്പെടുത്താനുള്ള മനക്കരുത്തും നൽകി, മാന്യതയും വിജ്ഞാനവും നൽകി. ഇസ്ലാം അദ്ദേഹത്തെ ചരിത്രത്തിന്റെ താളുകളിൽ മുമ്പന്തിയിൽ പ്രതിഷ്ഠിച്ചു. യാതനയുടെയും വേദനയുടെയും നീറുന്ന കാലഘട്ടത്തിൽ പരിശുദ്ധ ഖുർആൻ സൂക്തങ്ങൾ ഭീകരന്മാരായ ശത്രുക്കളുടെ മുന്നിൽ ഉച്ചത്തിൽ ഓതി കേൾപ്പിച്ച് അക്രമം സഹിച്ചതിന്റെ പ്രതിഫലമായി അള്ളാഹു കനിഞ്ഞു നൽകിയ സ്ഥാനത്തിന്റെ ദൃഷ്ടാന്തമല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ അംഗീകാരം? എന്താണ് അദ്ദേഹത്തിന് കിട്ടിയ അംഗീകാരം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇബ്നു മസ്ഊദിന്റെ ഉപദേശം നിങ്ങൾ സ്വീകരിക്കണം. ഖുർആൻ അതിന്റെ അവതരണ രൂപത്തിൽ കേൾക്കണമെങ്കിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതുന്നത് കേൾക്കണം. ഖുർആൻ തനതായ രൂപത്തിൽ പാരായണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ ഇബ്നു മസ്ഊദിന്റെ വക്കൽ നിന്ന് പഠിക്കണമെന്ന് പറഞ്ഞു. ഇതിനും വലിയ അംഗീകാരം മറ്റെന്താണുള്ളത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഖുർആൻ പാരായണം കേൾക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ കൗതുകമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അദ്ദേഹത്തെ വിളിച്ച് തനിക്ക് ഖുർആൻ ഓതി കേൾപ്പിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടു. അദ്ദേഹം ചോദിച്ചു, നബിയെ, ഞാൻ അങ്ങയ്ക്ക് ഖുർആൻ കേൾപ്പിക്കുകയോ? ഖുർആൻ അവതരിച്ചത് തന്നെ അങ്ങേക്കല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മറ്റൊരാളുടെ ഓത്ത് കേൾക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതാൻ തുടങ്ങി. സൂറത്തുൻ നിസാ ആയിരുന്നു ഓതിയിരുന്നത്. പരലോകത്തെയും അന്ത്യദിനത്തെയും സ്പർശിക്കുന്ന ഭാഗമെത്തിയപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പൊട്ടിക്കരയുകയാണ്. ഖുർആനെ കുറിച്ച് അവഗാഹമായ പാണ്ഡിത്യമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം പറയുന്നത് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വായിൽ നിന്ന് നേരിട്ട് ഞാൻ 70ഓളം സൂക്തങ്ങൾ പഠിച്ചു. ഒരാളും അതിൽ എന്നോട് കിടമത്സരം നടത്തേണ്ടതില്ല. ഖുർആനിലെ ഓരോ വചനങ്ങളും ഏത് വിഷയത്തെക്കുറിച്ചാണ് അവതരിച്ചതെന്ന് എനിക്കറിയാം. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെക്കുറിച്ച് എന്നേക്കാൾ അറിയുന്ന മറ്റാരുമില്ല. കൂടുതൽ അറിയുന്ന മറ്റാരെ കുറിച്ച് കേട്ടാലും ഞാൻ അയാളുടെ അടുക്കൽ എത്തുമായിരുന്നു. അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം സഹാബിമാർ ശരിക്കും മനസ്സിലാക്കിയിരുന്നു. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ മഹാപണ്ഡിതൻ ജീവിച്ചിരിപ്പുള്ളപ്പോൾ ദീനിന്റെ കാര്യം ഞങ്ങളോട് ചോദിക്കേണ്ടതില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് ഇങ്ങനെ, ഇബ്നു മസ്ഊദ് പാണ്ഡിത്യത്തിന്റെ നിറകുടമാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നു, ഔന്നിത്യത്തിലും മാർഗദർശനത്തിലും നടപടിക്രമത്തിലും ഇത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തുല്യതയുള്ള മറ്റൊരാളെയും ഞാൻ കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാഗ്യശാലികളായ അനുയായികൾ അദ്ദേഹം അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത ആളാണെന്ന് മനസ്സിലാക്കിയിരുന്നു. ഒരു ദിവസം അലി റളിയല്ലാഹു അൻഹുവും ചില സഹാബി പ്രമുഖരും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. സഹാബിമാർ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, സൽസ്വഭാവം, അഗാധ പാണ്ഡിത്യം, നല്ല സഹവർത്തിത്വം, അപാര ഭക്തി എന്നിവയിൽ ഇബ്നു മസ്ഊദിനെ കവച്ചു വെക്കുന്ന മറ്റാരെയും ഞാൻ കാണുന്നില്ല. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇത് ഹൃദയം അറിഞ്ഞുകൊണ്ട് തന്നെയാണോ നിങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, അതെ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവാണ് സത്യം. അദ്ദേഹത്തെക്കുറിച്ച് എൻ്റെ അഭിപ്രായം ഇതിനേക്കാൾ വലുതാണ്. അദ്ദേഹം ഖുർആൻ ഓതുന്നു, ഹലാലും ഹറാമും വേർതിരിച്ച് വിശദീകരിക്കുകയും ചെയ്യുന്നു. സുന്നത്തും ദീനും ശരിക്കും അറിയുന്ന പണ്ഡിതനുമാണ് അദ്ദേഹം. തൻ്റെ മറ്റു സ്നേഹിതന്മാർക്ക് ലഭിക്കാത്ത പല ഭാഗ്യങ്ങളും അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ലഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന അർത്ഥം വരുന്ന സാഹിബ് സവാദ് എന്ന് അവർ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തി ജീവിതവുമായി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അത്രമാത്രം അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ അദ്ദേഹം ഉണ്ടാകും. എപ്പോഴും അവിടെ കടന്നു ചെല്ലാൻ അനുവാദവും ഉണ്ടായിരുന്നു. യാത്രയിലായാലും നാട്ടിലായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി അദ്ദേഹം അടുത്ത് സഹവസിച്ചിരുന്നു. എല്ലാ യുദ്ധങ്ങളിലും സംബന്ധിക്കുകയും ചെയ്തു. ഇസ്ലാമിന്റെ കഠിന ശത്രുവായ അബൂജഹലിന്റെ വധത്തിൽ
അദ്ദേഹത്തിൻ്റെ പങ്ക് നിസ്തുലമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ ഖിലാഫത്ത് കാലത്ത് അദ്ദേഹത്തെ കൂഫയിലെ ബൈത്തുൽ മാലിൻ്റെ അധിപനായി നിശ്ചയിച്ചു. കുഫ നിവാസികളോട് ഇങ്ങനെ ഉപദേശിക്കുകയും ചെയ്തു: എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്നേഹിതനെയാണ് ഞാൻ അങ്ങോട്ട് നിയോഗിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൽ നിന്ന് നിങ്ങൾ വിജ്ഞാനം നേടുകയും ദീൻ പഠിക്കുകയും ചെയ്യുക. മറ്റാർക്കും നേടാൻ കഴിയാത്ത വിധം അവിടുത്തെ ജനങ്ങളുടെ പ്രീതി അദ്ദേഹം കരസ്ഥമാക്കി. കുഫക്കാരുടെ ഏകകണ്ഠമായ പ്രീതിക്ക് ഭാജനമാവുക എന്നത് അസംഭവ്യമായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു തൻ്റെ ഭരണകാലത്ത് അദ്ദേഹത്തെ കൂഫയിൽ നിന്ന് സ്ഥാനഭ്രഷ്ടനാക്കി. കൂഫക്കാർ അദ്ദേഹത്തോട് അവിടെ തന്നെ നിൽക്കാൻ ആവശ്യപ്പെടുകയും അദ്ദേഹത്തിന് ആവശ്യമായ സംരക്ഷണം നൽകാമെന്ന് വാഗ്ദത്തം നൽകുകയുമുണ്ടായി. അതിന് അദ്ദേഹം നൽകിയ മറുപടി അദ്ദേഹത്തിന്റെ നേതൃബഹുമാനത്തെയും അച്ചടക്കത്തെയും വിളിച്ചോതുന്നു. അദ്ദേഹം പറഞ്ഞു: ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അനുസരിക്കേണ്ടത് എൻ്റെ കർത്തവ്യമാണ്. നാട്ടിൽ ചില അസ്വസ്ഥതകളും വിനാശങ്ങളും തലവെക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിനവസരമുണ്ടായിട്ടുണ്ടെങ്കിലും എന്നെ കൊണ്ട് അതിൻ്റെ തുടക്കം കുറിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും അദ്ദേഹവും തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസം അതിൻ്റെ മൂർധന്യ ദശയിലെത്തി. അദ്ദേഹത്തിന്റെ ബൈത്തുൽ മാലിൽ നിന്ന് ഉണ്ടായിരുന്ന ആനുകൂല്യങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു തടഞ്ഞു. എന്നിട്ടും അദ്ദേഹം ഖലീഫയെ കുറിച്ച് ഇഷ്ടമില്ലാത്തൊരു വാക്ക് പോലും ഉപയോഗിച്ചില്ല. മാത്രമല്ല, തൻ്റെ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കെ തന്നെ ഖലീഫയെ കുറിച്ച് കേൾക്കുന്ന അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയുകയും ചെയ്തിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വധത്തെക്കുറിച്ച് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു: ഉസ്മാനെ പോലെ ഒരു നല്ല ഖലീഫയെ ഇനി അവർക്ക് ലഭിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗം കൊണ്ട് സവിശേഷം അറിയിച്ച മഹാന്മാരായ സഹാബികളുടെ ഒരാളായിരുന്നു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ഖലീഫമാരുടെയും കാലത്ത് നടന്ന എല്ലാ സുപ്രധാന യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കെടുത്തു. പേർഷ്യൻ റോമ യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കുകൊണ്ടു. ഇസ്ലാമിന്റെ സുവർണ ദശയിൽ അനുഗ്രഹീതമായ വിജയങ്ങൾ കണ്ടുകൊണ്ടാണ് ആ മഹാൻ മൺമറഞ്ഞു പോയത്. അള്ളാഹു അദ്ദേഹത്തോടൊപ്പം നമ്മയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.